ഹായ്. നാടിൻ്റെ നട്ടെല്ലായിട്ടുള്ള അഭിമാനമായിട്ടുള്ള അന്നദാതാക്കളായ കർഷകർ ഇതാ മഴമേഘങ്ങളെ വരവേൽക്കാൻ മണ്ണിലേക്ക് പണിയായുധങ്ങളുമായി പുറപ്പെടുകയായി. നോക്കൂ, പാമ്പുകളുടെയും പന്നികളുടെയും ഇടത്താവളങ്ങൾ. പണ്ടിവിടെ കുറുക്കന്മാരുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നായ്ക്കളുടെ വംശവർദ്ധനവ് കുറുക്കന്മാരുടെ നാശത്തിലേക്ക് നയിച്ചിരിക്കുന്നു. കുറുക്കന്മാർക്ക് കോഴികളേക്കാൾ ഇഷ്ടഭക്ഷണം പന്നികളുടെ 10ഉം 15ഉം എണ്ണമുള്ള പന്നിക്കുട്ടികളെ ആയിരുന്നു. അങ്ങനെ പന്നികളുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ കുറുക്കന്മാർ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. കുറുക്കന്മാർ ഇല്ലാത്തത് കാരണം പന്നികൾ പെറ്റുപെരുകി വീട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ കൃഷിസ്ഥലവും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മഴ തുടങ്ങിയാൽ റബ്ബർ വെട്ടി പാലെടുക്കാൻ റബ്ബർ മരത്തിൽ പ്ലാസ്റ്റിക് ഇടണം. അതിനുള്ള തയ്യാറെടുപ്പിലാണിവർ. പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ ആവശ്യമായ പശ ചൂടാക്കി അലിയിക്കുകയാണ്. അവ മരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് മരത്തിലെ തൊലി ഉരച്ച് കളഞ്ഞ് വൃത്തിയാക്കും. അതിന്മേലാണ് പശ മരത്തിന് ചുറ്റും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് പശയിൽ ഞൊറിയിട്ട് ഒട്ടിക്കുന്നു. അവ അടർന്നു പോകാതിരിക്കാൻ റിബൺ പോലുള്ള ബെൽറ്റ് ചുറ്റി സ്റ്റാപ്ലർ ചെയ്ത് ഒട്ടിക്കും. പേരെന്താ? എൻ്റെ പേര് ജോയ്. ജോയ്. വീട് എവിടെയാ? വെറ്റിലപ്പാറ തന്നെ. ഓ, എത്ര വർഷമായി ഈ പണി തുടങ്ങിയിട്ട്? 15 വർഷമായി. 15. ഓക്കെ. കുട്ടികളൊക്കെ സുഖമായിട്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. 3 ഉള്ളൂ, ഒരു പെണ്ണും 2 ആണും. ഓ, 2 കല്യാണം കഴിഞ്ഞു. സന്തോഷവാനായിട്ട് കഴിയുന്നു. ശരി, എന്ന് അങ്ങനെ ആവട്ടെ. ഇപ്പം ഞങ്ങൾ 2 ഉള്ളൂ. ഓക്കെ. ഇദ്ദേഹം മരത്തിന് ചുറ്റും പ്ലാസ്റ്റിക് ഒട്ടിക്കാനായി പശ തേച്ച് പിടിപ്പിക്കുകയാണ്. കുടുംബമൊക്കെ സുഖമായിട്ട് പോകുന്നു. പ്രത്യേക രീതിയിലാണ് അവ തേക്കുന്നത്. എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ശരിക്കും വൃത്താകൃതിയിലല്ല. ശരിക്കും ഇവിടെ തന്നെയാണ് വീട് അതോ? ശരിക്കും എൻ്റെ വീട് മൊറയൂരാണ്. ഇവിടെ വന്നിട്ട് 25 വർഷം. ഓക്കെ. ഇദ്ദേഹം പശ തേച്ച മരത്തിൽ പ്ലാസ്റ്റിക് ഒട്ടിയൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നണ്ട കേട്ടോ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ വായിൽ ബ്ലേഡാണ്. അതുകൊണ്ടാണ് വർത്താനം പറയാൻ ജോർജ് ബുദ്ധിമുട്ട്. നോക്കൂ. വീടോ? വെറ്റിലപ്പാറ വന്നിട്ട് കുറേ ആയാ? വെറ്റിലപ്പാറ വന്നിട്ട് 44 വർഷമാകും. വിദേശത്ത് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല. എന്താ റിബണോ? ഒട്ടിച്ച പ്ലാസ്റ്റിക്കിന് മേൽ അടർന്നു പോകാതിരിക്കാൻ ഒരു ബെൽറ്റ് ഇട്ട് സ്ട്രാപ്പിൽ ചെയ്യും. മണ്ട കൂടി ഇങ്ങനെ വെച്ച് മുറുക്കി ടൈറ്റ് ആക്കിയിട്ട് പിന്നടിക്കണം. എന്നാലാണ് ലീക്ക് വരാതിരിക്കുന്നത്. ഓ, ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ പശ പുറത്തോയും ചാടുന്നുണ്ടോ? എന്താണ് പേര് നിങ്ങളെ? എൻ്റെ പേര് കുര്യൻ. വെറ്റിലപ്പാറ തന്നെയാണ്? വെറ്റിലപ്പാറ തന്നെ. ഓ, ഓക്കെ. ഇനി 3-4 ദിവസം കഴിഞ്ഞ് ടാപ്പ് ചെയ്ത് പാലെടുക്കാവുന്നതാണ്.